പ്രിയപ്പെട്ടവരെ, മനുഷ്യരക്ഷകനായി ഈ മണ്ണിൽ അവതരിച്ച ഈശോയുടെ തിരുപ്പിറവിയുടെ ഓർമ്മ ആചരിക്കുവാനായി ലോകം ഒരുങ്ങുകയാണ്. ഇന്നു മുതൽ ക്രൈസ്തവർ പ്രാർത്ഥനയിലും നോമ്പിലും ആയിരുന്നുകൊണ്ടാണ് ഈ തിരുപ്പിറവിയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. ഈശോയുടെ ജനനം, ക്രിസ്മസ്, ക്രൈസ്തവരായ ആളുകൾക്ക് മാത്രമല്ല, ഏവർക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ക്രിസ്മസ് എല്ലാവർക്കും ആനന്ദത്തിൻ്റെ ഒരു അവസരമാണ്, നന്മയുടെ ഒരു ആഘോഷമാണ്. ഈ കാലഘട്ടത്തിൽ ഭവനങ്ങളിൽ നക്ഷത്രങ്ങൾ തൂക്കുവാനും വീടുകളും പരിസരങ്ങളുമെല്ലാം വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിക്കുവാനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ വലിയൊരു ആത്മീയ ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം സ്നേഹവും സമാധാനവും പങ്കുവയ്ക്കലുമാണ്. ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ത്യാഗങ്ങളിലൂടെയും സത്പ്രവൃത്തികളിലൂടെയും നമുക്ക് ഈശോയുടെ ജനനത്തിൻ്റെ ഓർമ്മ ആചരിക്കുവാനായിട്ട് ഒരുങ്ങാം. ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ്, ഹൃദയത്തിൽ ലാളിത്യം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഫലപ്രദമായ നന്മകൾ നിറഞ്ഞ ഒരു ക്രിസ്മസ് കാലം, ഒരു ഒരുക്കകാലം ഞാൻ ആശംസിക്കുകയാണ്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.